അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾ കണ്ടാണ്, ഓതേഴ്സ് ഓഫ് ഹിസ്റ്ററി. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഏതെങ്കിലും എഴുത്തുകാരനെ പറ്റിയോ ഏതെങ്കിലും പുസ്തകത്തിനെ പറ്റിയോ ഏതെങ്കിലും ലിറ്ററേച്ചറിനെ പറ്റിയോ സംസാരിക്കാനാണ്. അതിനെപ്പറ്റി ഒന്നുമല്ല, ഞാനിതൊരു പേരായിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ചരിത്രമാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീഫ്സ് എല്ലാം ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ നിന്നാണ് ഓരോ മനുഷ്യനും അവൻ്റെ ഐഡന്റിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നത്. ശരിയാണ്. ഈ ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ കൺട്രോൾ ചെയ്യാനും ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ചരിത്രത്തിന് വലിയ റോളുണ്ട്. ചരിത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചരിത്രം എഴുതുന്നത് എങ്ങനെയാണ്? ഹൂ റോട്ട് ഹിസ്റ്ററി? അതാണ് അടുത്ത ഒരു സ്ലൈഡ് കാണിക്കുന്നത്. ഹൗ വിന്നേഴ്സ് റൈറ്റ് ഹിസ്റ്ററി. ചരിത്രം എഴുതുന്ന എപ്പോഴും ആരാണ്? ഒരു യുദ്ധത്തിന്റെ ചരിത്രം എഴുതുന്ന ആരാണ്? യുദ്ധത്തിൽ ജയിച്ചവനാണ് യുദ്ധത്തിന്റെ ചരിത്രം എഴുതുക. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം എഴുതിയത് ജർമ്മനിയോ ഇറ്റലിയോ ജപ്പാനോ അല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം എഴുതിയതെല്ലാം അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനുമായിരുന്നു. കാര്യം എന്താണ്? കാര്യമായി യുദ്ധത്തിൽ ജയിച്ചത് അവരാണ്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഇന്ന് കുറെ പ്രോപ്പഗാൻഡകൾ കാണാറുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പല പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ മീഡിയ ഓർഗനൈസേഷൻസും വലിയ രീതിയിൽ പ്രൊപ്പഗാൻഡ നടത്തും. അത് ഇന്ന പൊളിറ്റീഷ്യൻ ഇന്ന പാർട്ടി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പ്രൊപ്പഗാൻഡ നടത്താറുണ്ട്. അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ പ്രൊപ്പഗാൻഡയും PR എല്ലാവരും ചെയ്യാറുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു വ്യവസ്ഥയല്ല. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഈ രാജ്യവും ഈ ഡെമോക്രസിയും ഇതെല്ലാം ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഒരു പ്രക്രിയയാണ് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മാനിപ്പുലേഷൻ, PR എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. കുറച്ച് ഹിസ്റ്ററിയാണ്, ചരിത്രം അറിയുന്നവർക്ക് അഭിപ്രായം പറയാം. അഭിപ്രായം മാത്രം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും ഒരു മഹത്തായ ഒരു രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഏതെങ്കിലും ഉണ്ടോ? ചരിത്രം പഠിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു രാജ്യം, ഒരു സാമ്രാജ്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയേഴ്സ് ഇൻ ഹിസ്റ്ററി നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്ന എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആദം. ബ്രിട്ടൻ വാസ് എ ഗ്രേറ്റ് എംപയർ. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ദ സൺ വിൽ നെവർ സെറ്റ് ഓൺ ദ ബ്രിട്ടീഷ് എംപയർ. കാര്യം, ബ്രിട്ടീഷ് എംപയറിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ലോകത്ത് എപ്പോഴെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്ത് അത്രയും സ്പ്രെഡ്. നമ്മൾ ഇപ്പോൾ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇൻഫ്ലുവൻസ് ആണ്. വേറെ എനിബഡി? നിങ്ങൾക്കും പറയാം. ഒരു ഹിസ്റ്റോറിക്കൽ എംപയർ. റോം വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയേഴ്സ് ടു എവർ എക്സിസ്റ്റ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോമിനെ പറ്റിയാണ്. നെക്സ്റ്റ്, റോം ആൻഡ് ദ ബാർബേറിയൻസ്. ബാർബേറിയൻസ് ആരാണെന്ന് അതിനു മുമ്പ് നമുക്ക് റോമിനെ ഒന്ന് കാണാം. ഇതായിരുന്നു റോം. അങ്ങ് സ്കോട്ട്ലൻഡിന്റെ അതിർത്തി മുതൽ ഇങ്ങ് പേർഷ്യ വരെ പടർന്നു കിടക്കുന്ന വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയേഴ്സ്. ഈ എംപയറിനുള്ളിലുള്ളവരെ പറ്റി അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇതിന് വെളിയിലുള്ള ആളുകളാണ്. നമ്മളിതിനെ നോർത്തേൺ ബോർഡറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാർബേറിയൻസിനെ പറ്റിയാണ്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രാകൃതരായ, എന്താണ്, സിവിലൈസ്ഡ് അല്ലാത്ത മനുഷ്യർ. റോം സ്വയം പറഞ്ഞിരുന്നത്, ഈ ബോർഡർ കണ്ടില്ലേ, ഈ റെഡിനുള്ളിൽ ഉള്ളവരല്ലാതെ ഈ റെഡിന് വെളിയിലുള്ളവരെല്ലാം ബാർബേറിയൻസ്. ഞങ്ങളാണ് സിവിലൈസ്ഡ്, ഞങ്ങളല്ലാത്തവരെല്ലാം ബാർബേറിയൻസ്. അവരെല്ലാം പ്രാകൃതരായ, ക്രൂരന്മാരായ മനുഷ്യരാണ്. അവരെ മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കഴിയാത്ത അത്ര വലിയ ക്രൂരന്മാരാണ് അവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മളവരെ ബാർബേറിയൻസും തന്നെയാണ് വിളിക്കുന്നത്. നമുക്ക് പ്രാകൃതമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സിവിലൈസ്ഡ് അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന എന്ത് നമ്മൾ കണ്ടാലും നമ്മളതിനെ ബാർബേറിക് എന്ന് വിളിക്കും. ഈ ബാർബേറിക് എന്ന വാക്കും ബാർബേറിയൻസ് എന്ന വേർഡും റോമിനെതിരെ ഫൈറ്റ് ചെയ്തവരെ, റോമിനെതിരെ ശബ്ദിച്ചവരെ, റോമിനെതിരെ യുദ്ധം ചെയ്തവരെ വിശേഷിപ്പിക്കാൻ റോം ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു. നിങ്ങൾക്ക് ആ മാനിപ്പുലേഷൻ മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു വലിയൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും വലിയെന്തോ ആളുകളാണ്. ഞങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നവർ, ഞങ്ങളിൽ പെടാത്ത ആളുകൾ എന്തോ
ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളാണെന്ന് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യാനും ആ തോട്ട് ഉപയോഗിച്ചിട്ടാണ് റോം അതിന്റെ യുദ്ധങ്ങളെല്ലാം ഫണ്ട് ചെയ്തിട്ടുള്ളത്. റോം അതിന്റെ ജനങ്ങളോട് പറഞ്ഞതെല്ലാം ഇതാണ്: ഈ ബാർബേറിയൻസിനെതിരാണ് നമ്മുടെ യുദ്ധം. നമുക്കാണെങ്കിലും തോന്നൂല്ലോ, ക്രൂരന്മാരായ ഒരു കൂട്ടം ആളുകൾക്കെതിരെ നമ്മുടെ രാജ്യം യുദ്ധത്തിന് ഇറങ്ങാൻ തോന്നും. നമുക്ക് തന്നെ ഒരു ആവേശം വരും. നമുക്ക് യുദ്ധം ചെയ്യാൻ പോലെ നോക്കും. നമ്മുടെ രാജ്യം സംസാരിക്കണം, അവരെല്ലാം ക്രൂരന്മാരാണ്, അവർ മനുഷ്യരെ കൊല്ലുന്നവരാണ്, മനുഷ്യനെ തിന്നുന്നവരാണ്, അവരെ നമ്മൾ അടിച്ചു തോൽപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം വരും. ആ ആവേശത്തിൽ നിന്നാണ് റോം എന്ന സാമ്രാജ്യം, ലോകം കണ്ട ഏറ്റവും മഹത്തായ സാമ്രാജ്യം ഉണ്ടാകുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം റോമിന്റെ ചരിത്രം പറയാനല്ല, ബട്ട് എങ്ങനെയാണ് ശക്തികൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളൊക്കെ ചരിത്രത്തെയും ആളുകളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയാനാണ്. അടുത്ത് യൂറോപ്യൻ കൊളോണിയലിസം. ഇതും ഹിസ്റ്റോറിക്കൽ മാനിപ്പുലേഷന്റെ വലിയൊരു ഉദാഹരണമാണ്. ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ ശക്തികളും എന്ത് പറഞ്ഞാണ് ബ്രിട്ടനിലെ ആളുകൾ അവരോട് പറഞ്ഞിരുന്നതെന്ന് അറിയാം? ഇന്ത്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസ് ആയിട്ടുള്ള അവർ കോളനൈസ് ചെയ്ത ആളുകളെല്ലാം ഇൻഫീരിയർ ആണ്, അവരൊന്നും എന്താണ് പരിണാമത്തിന്റെ ഒരു പൂർണ്ണതയിലെത്താത്ത മനുഷ്യരാണ്, ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളാണ് അവരെ നമ്മളോട്. അതൊരു റേസിസത്തിന്റെ ഒരു ആംഗിൾ കൂടെ അതിനുണ്ട്. അങ്ങനെയാണ് അവർ ഹിസ്റ്ററിനെ മാനിപ്പുലേറ്റ്. ഇന്നും ബെൽജിയത്തിലും കോങ്കോയിലും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. നിങ്ങൾക്ക് 1940-കളിൽ ജർമ്മനിയിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോളോകോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഹിറ്റ്ലർ ചെയ്ത് എന്താണെന്ന് അറിയാത്ത ആരും ഇവിടെ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടണം. അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടണം. പക്ഷെ അതിൻ്റെ കൂടെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ബെൽജിയവും ബ്രിട്ടനും എല്ലാം കോങ്കോയിലും നമ്മുടെ കോങ്കോയിലൊക്കെ ചെയ്തത് എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചരിത്രം ആഴത്തിൽ പഠിക്കുന്നവരല്ലാത്ത ആരെങ്കിലും ചരിത്രത്തിൽ നടന്ന ഇത്തരം അട്രോസിറ്റീസ് കേൾക്കുകയോ കാണുകയോ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹിറ്റ്ലറെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മീഡിയ ഈസ് ഫുൾ ഓഫ് ഹിറ്റ്ലറിനെതിരെ സംസാരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ ലിയോപോൾഡിനെതിരെയും മാവോയ്ക്കെതിരെ ഒന്നും സംസാരിക്കാൻ ആളുകളില്ല. ചൈനയിലെ കൾച്ചറൽ റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത്തരം ചരിത്രങ്ങൾ നമ്മളിൽ നിന്നും മറയ്ക്കപ്പെടുന്നു, ചരിത്രങ്ങൾ മാറ്റപ്പെടുന്നു. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്ക ആൻഡ് കമ്മ്യൂണിസം. അതിൽ നിന്നൊരു ഡിസ്ക്ലൈമർ പറയാം, ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നതല്ല, ഞാൻ കമ്മ്യൂണിസത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, പ്രോപ്പഗാൻഡയെ പറ്റിയാണ്. 80-കളിൽ അല്ലെങ്കിൽ ഒരു കോൾഡ് വാറിന്റെ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉടലെടുത്ത വലിയൊരു പ്രോപ്പഗാൻഡയാണ്. അതായത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആർ കമ്മിങ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോപ്പഗാൻഡ നടന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു അറിയാവോ? ഇത് വാറുകൾ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ആയിട്ട് കൊറിയൻ വാർ, വിയറ്റ്നാം വാർ പോലുള്ള വാറുകൾ ഇവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളുണ്ട്, ഇമ്പീരിയലിസത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞു, ഇപ്പൊ ഞാൻ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കാന്ന് പറയും, നീ കമ്മ്യൂണിസ്റ്റ് ആണ്, നീ കൊള്ളരുതാത്തവനാണ്, നീ ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ വന്നവനാന്ന് പറയും, നമ്മളെ നാട് കടത്താൻ ശ്രമിക്കും. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ, ഇന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്നവരെല്ലാം നമ്മുടെ രാജ്യത്തെ ഒരു പവർ സ്ട്രക്ചർ എങ്ങനെയാണ് വിളിക്കുന്നത്? രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ എന്ത് പേര് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്? ആരെങ്കിലും പറയൂ? നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ നമ്മുടെ പവർ സ്ഥിരാകേന്ദ്രം വിശേഷിപ്പിക്കുന്ന പേരെന്താണ്? ടെററിസ്റ്റ്. വേറൊരു പേര് കൂടെ ഉണ്ട്, രാജ്യദ്രോഹി, ആന്റി നാഷണൽ. ഇതാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ രാജ്യദ്രോഹികളും ടെററിസ്റ്റുകളുമാക്കി. ഇന്ന് ടെററിസ്റ്റും രാജ്യദ്രോഹി ആയിരുന്നെങ്കിൽ 80-കളിലും 90-കളിലും അത് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു. അതിന്റെ പേരിലാണ് സൗത്ത് അമേരിക്കയിലും കൊറിയയിലും വിയറ്റ്നാമിലും എല്ലാം അമേരിക്ക വലിയ അധിനിവേശം നടത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ ഇൻവേഷൻ തുടങ്ങാൻ കാരണം തന്നെ അഫ്ഗാനിസ്ഥാൻ ഈസ് എ കമ്മ്യൂണിസ്റ്റ് കൺട്രി, അവിടെ ഫ്രീഡം കൊടുക്കണമെന്നുള്ള പേരിലായിരുന്നു. ഇതാണ് പ്രൊപ്പഗാൻഡയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അന്ന് ആരും ആ ഇൻവേഷൻസിനെ തള്ളിപ്പറയാനോ ആ ഇൻവേഷൻസിനെ സംസാരിക്കാനോ വന്നില്ല. കാര്യം എന്താണ്? കാര്യം ഇൻവൈഡ് ചെയ്യുന്ന രാജ്യം ദ്രോഹികളാണ്, അവരെല്ലാം തെറ്റുകാരാണ്, അവരെ ഇൻവൈഡ് ചെയ്ത് തോപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ സിസ്റ്റത്തിന് കഴിഞ്ഞു. നമ്മൾ ഇനിയും അതിന് വീണു പോകരുത്. ആര് എന്ത് ആക്രമിച്ചാലും ഇവരെല്ലാം ദ്രോഹികളാണ്, ഇവരുടെ ഐഡിയ അതാണ്, ഇവരുടെ ഗവൺമെന്റ് അതാണ്, അവിടെ ഫ്രീഡം ഇല്ല, ഇതാന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്.
നമ്മുടെ ചരിത്രം അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ചരിത്രം നമ്മളിലേക്ക് നമ്മുടെ പൂർവികർ തന്ന ചരിത്രം അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തൊരു ചരിത്രമായിരുന്നു. നമ്മളിങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുന്ന ചരിത്രം മാനിപ്പുലേറ്റഡ് അല്ലാത്ത, ബയസ്ഡ് അല്ലാത്ത, ക്ലീൻ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് കൊടുക്കണം. ഇല്ലെങ്കിൽ ലോകത്ത് നടന്നതൊന്നും ആരും അറിയാതെ മൺമറങ്ങി പോകും. ആഫ്രിക്കയുടെ ചരിത്രവും എല്ലാം മൺമറങ്ങി പോയ പോലെ അങ്ങനെ മൺമറങ്ങി പോകാതിരിക്കട്ടെ. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ചൈനയിലെ കൾച്ചർ റെവല്യൂഷൻ ആർക്കും ഓർമ്മയില്ല, ആർക്കും അറിയില്ല. ബെൽജിയം ചെയ്ത കുരുതികൾ ആർക്കും അറിയില്ല. പോൾ പോട്ടൻ ആർക്കും അറിയില്ല. എല്ലാവർക്കും ഹിറ്റ്ലറിനെ മാത്രമേ. ഹിറ്റ്ലറിനെ ക്രിട്ടിസൈസ് ചെയ്യണം. ഹിറ്റ്ലറിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുടെ ചരിത്രം കൂടെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിസ്റ്ററി ഈസ് ഓൾവേസ് റിട്ടൺ ബൈ വിന്നേഴ്സ്. നിങ്ങളൊരു അൾട്ടർനേറ്റ് ഹിസ്റ്ററി ആലോചിച്ച് നോക്കും. ഒരു വേൾഡ് വാർ സെക്കൻഡിന്റെ ഔട്ട്കം വേറൊരു രീതിയിലായിരുന്നെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ആർഗ്യുമെന്റിന്റെ വേണ്ടി നമുക്ക് പറയാം, ഹിറ്റ്ലറും ജർമ്മനിയും 2ാം ലോക മഹായുദ്ധം ജയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചരിത്രം ഹിറ്റ്ലറിനെ ഒരു മോശക്കാരനെ കാണുമോ, അല്ലെങ്കിൽ ഒരു നല്ല നേതാവായി കാണുമോ? ഒരു നല്ല നേതാവായി കാണും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വോൺ ദാറ്റ് വാർ. നമ്മൾ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറിനെ മോശക്കാരനെ അമേരിക്കനെ നല്ലവനുമായിട്ട് കാണുന്നത്? ബിക്കോസ് ദേ വോൺ ദ വാർ. നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ്. വേൾഡ് വാർ 2 ചരിത്രം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് 10th വേൾഡ് വാർ 2 ചരിത്രം പഠിക്കും. ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ബോറിങ്ങാണ്. ഞങ്ങൾക്ക് 10th ഫസ്റ്റ് പീരീഡ് ഹിസ്റ്ററി ആയിരുന്നു. സാറ് രാവിലെ ക്ലാസ്സിലോട്ട് വരുമ്പോഴേ നമുക്ക് ഉറക്കം വരും. സാറ് അവിടെ നിന്ന് ഇങ്ങനെ വരാതെ ഇങ്ങനെ നടന്നു വരുന്നതാണ്, അപ്പോഴേ നമുക്ക് ഉറക്കം വരും. അങ്ങനെ ചരിത്രം പഠിക്കും ഭയങ്കര ബോറിങ്ങാണ്. എനിക്ക് ചരിത്രം ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പിന്നീട് ചരിത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ചരിത്രവും പൊളിറ്റിക്സിനെക്കാളും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രം എപ്പോഴും ഏത് സെഷനിൽ വന്നാലും കുറച്ചുകൂടെ ചരിത്രം പറയാൻ ശ്രമിക്കുന്നു. ചരിത്രം പഠിച്ചിരിക്കണം. ചരിത്രം നമുക്കെല്ലാവർക്കും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവണം, പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവണം. ആരും നമ്മളെല്ലാവരും ഒരു ഹ്യൂമൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നൊക്കെ പറയുന്ന പോലെ ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് എല്ലാത്തിനും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന, കഴിക്കുന്ന ഭക്ഷണം, ഇടുന്ന വസ്ത്രം, നടക്കുന്ന വഴി എല്ലാം പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണം, പാർട്ടി പൊളിറ്റിക്സ് വേണം, കൊടി പിടിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ഒപ്പീനിയൻ വേണം. അപ്പോൾ എനിക്ക് ഹിസ്റ്ററിയിൽ ഒരു ഒപ്പീനിയൻ ഉള്ള പോലെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. നടക്കുന്ന കാര്യങ്ങളിൽ ഒപ്പീനിയൻ. അത് എങ്കിൽ മാത്രമേ നമുക്ക് പറ്റിയ, നമ്മുടെ പൂർവികർക്ക് പറ്റിയൊരു അബദ്ധമാണ് മാനിപ്പുലേറ്റഡ് ആയ ബയസ്ഡ് ആയ ഹിസ്റ്ററി നമ്മളിലേക്ക് പാസ് ചെയ്യുന്നുള്ളത്. ആ അബദ്ധം നമ്മൾ കാണിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് ഈ വേൾഡ് വാർ 2 വലിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. വേൾഡ് വാർ 2 ഇപ്പോഴും പല ആളുകളുടെയും വിചാരം ഇതാണ്, എന്തോ ഗുഡ് വേഴ്സസ് ഈവിൾ ആയിരുന്നു. നല്ലവരായ ആളുകൾ മോശക്കാരായ ആളുകളെ തോൽപ്പിച്ചു, കൊന്നു, ലോകത്ത് സമാധാനം ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഹിരോഷിമയുടെ ചരിത്രം അറിഞ്ഞൂടെ? ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞു. വൈ? ഹിരോഷിമയിൽ ഒരു മിലിറ്ററി ബേസും ഉണ്ടായിരുന്നില്ല, അവിടെ സിവിലിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാഗാസാക്കിയിൽ വൈ? ലോകത്തിന്റെ ചരിത്രത്തിൽ ആണവായുധം വേറൊരു രാജ്യത്തിനെതിരെ ഉപയോഗിച്ച ഒരേ ഒരു രാഷ്ട്രമുള്ളൂ, അത് USA ആണ്. അപ്പോൾ ഒരിക്കലും ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിനെ പറ്റി കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഗുഡ് വേഴ്സസ് ഈവിൾ, ഒരു സൈഡ് നല്ലതാണ് മറ്റേ വശം മോശമാണെന്ന് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൈൻഡാണ്. ഏത് കോൺഫ്ലിക്റ്റ് എടുത്താലും അത് വൺ സൈഡ് ഈസ് ട്രൂലി ഗുഡ് ആൻഡ് വൺ സൈഡ് ഈസ് ട്രൂലി ബാഡ്. ദാറ്റ്സ് ബ്ലൈൻഡ്. നമ്മളെല്ലാം ബ്ലൈൻഡ് ആയി പോകും. നമ്മൾ ബ്ലൈൻഡ് ആകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വേൾഡ് വാർ 2 ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. വൈ ഈസ് ഹിറ്റ്ലർ ദ മോസ്റ്റ് ഈവിൾ മാൻ ഇൻ ദ വേൾഡ്? ഹിറ്റ്ലറിനെക്കാളും കൂടുതൽ ആളുകളെ കൊന്നാണ്. ഞാൻ ഒരിക്കലും ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നി ഞാൻ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒരിക്കലുമല്ല. ഹിറ്റ്ലർ ക്രൂരനായിരുന്നു, ഹിറ്റ്ലർ നീചനായിരുന്നു. പക്ഷെ അതിലെ നീചന്മാരായ ആളുകളും ലോകത്തുണ്ട്. അവരെ പറ്റി കൂടെ നമ്മളെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ന്യൂസസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. റഷ്യ സസ്പെൻഡഡ് ഫ്രം ദ വേൾഡ് കപ്പ്. എന്തുകൊണ്ടാണ്? റഷ്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. ഫിഫ അവരെ ബാൻ ചെയ്തു. എന്തുകൊണ്ടാണ്? യുക്രൈനിൽ അധിനിവേശം നടത്തിയതിന്. ഇസ്രായേലിനെതിരെ അങ്ങനെ നടപടി ഉണ്ടാകും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫിഫ അല്ലെങ്കിൽ UEFA ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരുന്ന അവരെ ബാൻ ചെയ്യുന്നു കേട്ടിട്ടുണ്ടോ? അമേരിക്ക ഇറാൻ ആക്രമിച്ചു കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലാണ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും വരുന്ന ആളുകൾക്ക് നേരിടുന്ന വിവേചനം ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഏതെങ്കിലും മീഡിയ സംസാരിക്കുന്നുണ്ടോ? ഇല്ല.
എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ കൺട്രോൾ ദി മീഡിയ ആൻഡ് ദേ കൺട്രോൾ ദി ഹിസ്റ്ററി. കൺട്രോൾഡ് ആവാതിരിക്കുക, ഈ കൺട്രോൾ ചെയ്യപ്പെടുന്ന മീഡിയാസിനെ വിശ്വസിക്കാതിരിക്കുക. ട്രഡീഷണൽ ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ് ഈ ചരിത്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ, നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവറിലുള്ള ആളാണോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റി അവരെങ്ങനെയാണെന്ന് പറയുമ്പോൾ വിഴുങ്ങാതിരിക്കുക, ട്രൈ ടു സ്റ്റഡി. ഇല്ലെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റഡ് ആയി പോകും. പ്രൊപ്പഗാൻഡയും മാനിപ്പുലേഷനും എന്താണെന്നും അതെങ്ങനെയാണെന്നും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ വലിയൊരു വിഷയമാണ്. നമുക്ക് ഓരോ സ്ലൈഡിൽ വേണമെങ്കിൽ തന്നെ നമുക്ക് 1 മണിക്കൂറോളം സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമുണ്ട്. അത് വളരെ ചുരുക്കത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും.